ഹായ് വെൽക്കം ഓൾ ടു ലെറ്റ്സ് യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്സ് യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. ഒരു ദിവസം തുടങ്ങുവാണ്. അപ്പോൾ ദിവസം തുടങ്ങുന്നതോട് തന്നെ നമുക്ക് നല്ലൊരു ടോപ്പിക്കുമായിട്ട് മുന്നോട്ട് പോകാം. ആ ടോപ്പിക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 150 ടോപ്പിക്സ്, വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഫോർ അപ്കമിങ് LDC ആൻഡ് LGS എക്സാമിനേഷൻ. തീർച്ചയായിട്ടും നമുക്ക് മാർക്ക് ഉറപ്പിക്കാവുന്ന ഏരിയയാണ് ഈ 150 ടോപ്പിക്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതായത് എന്ത് പഠിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഞാൻ തരുന്ന ഈ 150 ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ 150 ടോപ്പിക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതായത് ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുമെന്ന ഉറപ്പുള്ള ഏരിയയാണ് 150 ടോപ്പിക്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ഒരു ഏരിയയിൽ, ആ ഒരു ടോപ്പിക്കിനകത്ത് ഇന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, അതായത് നമ്മുടെ ഈ ഒരു പാർട്ടിന്റെ ഡേ 2 ആണ്. 150 ടോപ്പിക്സിൽ കഴിഞ്ഞ ദിവസം നമ്മൾ മലബാർ കലാപം പഠിച്ചു, അതായിരുന്നു ഫസ്റ്റ് പാർട്ട്. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് 150 ടോപ്പിക്സിൽ നമ്മൾ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പാർട്ടാണ്. അതായത് ഭരണഘടന കടമെടുത്ത ചില ആശയങ്ങളുണ്ട്. മിക്കവാറും എക്സാമിനേഷനൊക്കെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുന്ന ഒരു ഏരിയയാണ് ഇത്, ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ. അതായത് കുറച്ച് ആശയങ്ങൾ നമ്മൾ മറ്റ് രാജ്യങ്ങളുടെ കയ്യിൽ നിന്നെല്ലാം ബോറോ ചെയ്തിട്ടുണ്ട്. അത് ഏത് രാജ്യങ്ങളുടെ കയ്യിൽ നിന്നാണെന്നുള്ള രീതിയിൽ PSC നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ആ ഒരു ഏരിയ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചു വയ്ക്കേണ്ടതാണ്. അപ്പം അങ്ങനത്തെ കാര്യമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആരും സ്കിപ്പ് ചെയ്യേണ്ട. അത് നിങ്ങളുടെ താല്പര്യം, സ്കിപ്പ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. സ്കിപ്പ് ചെയ്യേണ്ടെന്ന് ഉദ്ദേശിച്ചത്, എനിക്കറിയാം ഇവിടെ വന്നിരിക്കുന്നവർ തീർച്ചയായിട്ടും പഠിക്കാൻ വേണ്ടിയിരിക്കുന്നവരാണ്. അപ്പോൾ പഠിക്കാൻ വേണ്ടിയിരിക്കുന്ന ഉദ്യോഗാർത്ഥികളായതുകൊണ്ടാണ് പറഞ്ഞത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം. അത് നിങ്ങൾക്ക് ഒത്തിരി ഗുണം ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യം തൊട്ട് അവസാനം വരെ കാണുവാണെങ്കിൽ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. പിന്നെ ഒരു കാര്യം, ആദ്യം തന്നെ ആ കൈ ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ, ഒന്ന് ലൈക്ക് ചെയ്താൽ, ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് കേട്ടോ. ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തെന്ന് വന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സന്തോഷം. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റ്സ് നമ്മൾ വായിക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് കണ്ട ഒന്ന് LP UPക്ക് ക്ലാസ് ഉണ്ടോ എന്നുള്ളതാണ്. നോക്കട്ടെ, സമയം അനുസരിച്ച് ക്ലാസ് എടുത്ത് തരാൻ പറ്റുമെങ്കിൽ എടുക്കാം. ഓക്കെ. പിന്നെ CPO WSCPയുടെ സ്പെഷ്യൽ ടോപ്പിക്സിനെ പറ്റി 1-2 പേര് ചോദിച്ചു കണ്ടു. അത് നമ്മൾ പെയ്ഡ് ക്ലാസ്സിലാണ് കൊടുക്കുന്നത്. അതിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ യൂട്യൂബിൽ അനൗൺസ് ചെയ്യും. അല്ലാതെ നമ്മളൊരു ടെലഗ്രാമിലും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിൻ്റെ ടെലഗ്രാം ചാനലുണ്ട്. ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ് എന്ന് ടെലഗ്രാമിൽ സെർച്ച് ചെയ്ത ചാനൽ കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അത് വേണ്ടവർക്ക് അങ്ങനെ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും ക്ലാസ്സിലേക്ക് പോകാം. ബോർഡിൽ ഞാൻ എഴുതിയിരിക്കുന്നത് നോക്കിക്കേ. ലിഖിത ഭരണഘടന, ആമുഖം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, സുപ്രീം കോടതി, ജുഡീഷ്യൽ റിവ്യൂ, മൗലികാവകാശങ്ങൾ, പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ്, ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ. ലിഖിത ഭരണഘടന, നിങ്ങൾക്കറിയാം ലിഖിതം എന്താണ്? എഴുതപ്പെട്ടതാണ്. എഴുതപ്പെട്ട ഭരണഘടന. നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് എഴുതപ്പെട്ട ഭരണഘടനയാണ്. നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബുക്കൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടന നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മുടെ ഭരണഘടന എങ്ങനെയാണ്? ലിഖിത ഭരണഘടനയാണ്, എഴുതപ്പെട്ട ഭരണഘടനയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയ്ക്ക് എന്തുണ്ട്? ഒരു ആമുഖമുണ്ട് അല്ലെ? നമ്മുടെ ഭരണഘടനയ്ക്ക് ആമുഖമുണ്ട്. അതേപോലെ നമ്മുടെ ഭരണഘടനയിൽ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, അതുപോലെ തന്നെ സുപ്രീം കോടതി, ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം മൗലിക അവകാശങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ്, പ്രസിഡന്റിനെ പദവിയിൽ നിന്നും നീക്കം ചെയ്യുന്നതിന് ചില പ്രൊസീജിയേഴ്സ് നമുക്കുണ്ട്. ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ, ഇതെല്ലാം നമ്മുടെ ഭരണഘടനയുടെ ഫീച്ചേഴ്സ് ആണ്. ഇത് നാം കടമെടുത്തിരിക്കുന്നത് ആരുടെ കയ്യിൽ നിന്നാണ്? USA കയ്യിൽ നിന്ന് കടമെടുത്ത ആശയമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കടമെടുത്തിരിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ കയ്യിൽ നിന്നും നാം കടമെടുത്തിരിക്കുന്ന ആശയങ്ങളാണ്. അപ്പൊ നമുക്കറിയാം ലിഖിത ഭരണഘടന, എഴുതപ്പെട്ട ഭരണഘടന എന്ന ആശയം നാം കടം കൊണ്ടിരിക്കുന്നത് USA കയ്യിൽ നിന്ന്. അതുപോലെ തന്നെ അമേരിക്കയുടെ ബിൽസ് ഓഫ് റൈറ്റിനെ അനുകരിച്ചുകൊണ്ടുള്ളതാണ് നമ്മുടെ മൗലികാവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ്. മൗലികാവകാശം അമേരിക്കയുടെ കയ്യിൽ നിന്നും കടം കൊണ്ടതാണ്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അമേരിക്കയുടെ കയ്യിൽ നിന്നും നാം കടം കൊണ്ടതാണ്. ആമുഖം അമേരിക്കയുടെ കയ്യിൽ നിന്നും കടം കൊണ്ടതാണ്. അതുപോലെ തന്നെ ജുഡീഷ്യൽ റിവ്യൂ അമേരിക്കയുടെ കയ്യിൽ നിന്നും കടം കൊണ്ട ആശയമാണ്. പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ്, ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ നോക്കിയാൽ നമുക്കറിയാം. ലിഖിത ഭരണഘടന, ആമുഖം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, സുപ്രീം കോടതി, ജുഡീഷ്യൽ റിവ്യൂ, മൗലികാവകാശങ്ങൾ, പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ്, ഉപരാഷ്ട്രപതി ചുമതലകൾ. 8 കാര്യങ്ങളാണ്. ഈ 8 കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയേ. നമുക്ക് പെട്ടെന്ന് നോക്കാം. ആദ്യം എന്താ നമ്മൾ പറഞ്ഞത്? ആദ്യം പറഞ്ഞത് എന്താ? ഭരണഘടന, ലിഖിത ഭരണഘടന. പിന്നെ അതിനൊരു ആമുഖമുണ്ട്. പിന്നെ 3 കാര്യം നമുക്ക് ജുഡീഷ്യറി ബേസ് ചെയ്ത് പറയാൻ പറ്റും. ഒന്ന് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, മറ്റൊന്ന് ജുഡീഷ്യൽ റിവ്യൂ, പിന്നെ സുപ്രീം കോടതി. 5 ആയില്ലേ?
ഇനി 3 കാര്യങ്ങളല്ലേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ, പിന്നെ പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ്, മറ്റൊന്ന് ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ. ഇപ്പൊ ഞാൻ പറഞ്ഞ പെട്ടെന്ന് കിട്ടിയില്ലേ? അതുപോലെ കണ്ണടച്ചിരുന്ന് പെട്ടെന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് കണ്ണടച്ചിരുന്ന് പറഞ്ഞു നോക്കി എട്ടെണ്ണം കിട്ടുന്നുണ്ടോന്ന്, എങ്കിൽ നിങ്ങൾ ഓക്കെ ആയി. അപ്പൊ ഈ 8 കാര്യങ്ങളാണ് നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് കടമെടുത്തത്? USA കയ്യിൽ നിന്നും കടം കൊണ്ട ആശയമാണ്. ഇത് ഓരോന്നൊക്കെ പെറുക്കി PSC ചോദിക്കും. അതുകൊണ്ട് ഇത് ബൈഹാർട്ട് പഠിച്ചു, അത് ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചു. ഒരുപക്ഷെ ഇത് നേരത്തെ പഠിച്ചു വെച്ചവർക്ക് ഇത് നല്ലൊരു റിവിഷൻ ആയിരിക്കും. അപ്പൊ ഇത് റിവിഷൻ ആയിട്ട് പ്രയോജനപ്പെടുത്തുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ നന്നായിരുന്നു. നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യുക. നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ ചാനലിന്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലോ അല്ലെങ്കിൽ PSC പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ഒരു എനർജിയാണ് കൂടുതൽ ക്ലാസ് ചെയ്യുന്നതിന്. ഓക്കെ, ഇത് നോക്കൂ. അപ്പൊ മൗലിക കടമകൾ, നമുക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ടല്ലേ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ കടം കൊണ്ടിരിക്കുന്ന എവിടുന്നാണ്? ഫോർമർ USSRന്റെ കയ്യിൽ നിന്നാണ് അല്ലെ. അതായത് നമ്മുടെ സോവിയറ്റ് യൂണിയൻ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ നമ്മുടെ ഫോർമർ റഷ്യ USSRന്റെ കയ്യിൽ നിന്നും കടം കൊണ്ട ആശയമാണ് എന്താ? മൗലിക കടമകള്. മൗലിക നമ്മൾ ആദ്യം പറഞ്ഞു മൗലിക ഫണ്ടമെന്റൽ റൈറ്റ്സും ഉണ്ട്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഉണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന മൗലിക അവകാശം USA, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കടമ USSR. നെക്സ്റ്റ് ഫെഡറൽ സിസ്റ്റം. നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ വിളിക്കുന്ന ക്വാസി ഫെഡറൽ എന്നാണ്. അപ്പൊ നമ്മളൊരു ഫെഡറൽ സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. ഫെഡറൽ സിസ്റ്റം, അതുപോലെ തന്നെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, മൊത്തം 3 ലിസ്റ്റാ ഉള്ള. യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും. അതിൽ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും അതുപോലെ തന്നെ ഫെഡറൽ സിസ്റ്റം എന്ന ആശയം നാം കടം കൊണ്ടിരിക്കുന്ന എവിടുന്നാണ്? കാനഡയുടെ കയ്യിൽ നിന്നുമാണ്. കാനഡയിൽ നിന്നും കടം കൊണ്ടിരിക്കുന്ന ആശയങ്ങളാണ് ഇതൊക്കെ. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, ഫെഡറൽ സിസ്റ്റം. ഞാൻ കൺകറന്റ് ലിസ്റ്റിനെ പറ്റി പറഞ്ഞല്ലേ. കൺകറന്റ് ലിസ്റ്റ് നമ്മൾ കടം കൊണ്ടിരിക്കുന്ന എവിടുന്നാണ്? ഓസ്ട്രേലിയയുടെ കയ്യിൽ നിന്നാണ്. കൺകറന്റ് ലിസ്റ്റ് മാത്രമല്ല, ജോയിന്റ് സിറ്റിംഗ് ഓഫ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനവും നമ്മൾ കടം കൊണ്ടിരിക്കുന്ന എവിടുന്നാണ്? ഓസ്ട്രേലിയയുടെ കയ്യിൽ നിന്നാണ്. അപ്പൊ എത്ര കാര്യങ്ങളാ പറഞ്ഞ്? ആദ്യം ഒരു 8 കാര്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു 8 കാര്യങ്ങൾ? പെട്ടെന്ന് വാ. 8 കാര്യങ്ങൾ ഏതൊക്കെയായിരുന്നു അമേരിക്കയുടെ കയ്യിൽ നിന്നും കടം കൊണ്ടത്? ലിഖിത ഭരണഘടന, പിന്നെന്താ പറഞ്ഞേ? ആമുഖം പറഞ്ഞു, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ, സുപ്രീം കോടതി, പിന്നെ പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ്, മൗലിക അവകാശങ്ങൾ, ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ. ഇത്രയും എന്താണ്? USA കയ്യിൽ നിന്നും കടം കൊണ്ട ആശയമാണ്. USSRന്റെ കയ്യിൽ നിന്നും എടുത്ത എന്താണ്? മൗലിക കടമകൾ. പിന്നെ കാനഡയുടെ കയ്യിൽ നിന്ന് ഫെഡറൽ സിസ്റ്റം, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്. പിന്നെന്താ പറഞ്ഞേ? ഓസ്ട്രേലിയ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം, കൺകറന്റ് ലിസ്റ്റ്. ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ടോ? പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. ഒന്ന് കമന്റ് ചെയ്തേക്കോട്ടെ. പറയാനൊക്കെ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ട്, ഞാൻ പറയുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്കൂ. അത് നമുക്ക് അടുത്ത ആശയങ്ങൾ നോക്കാം. അടുത്തവൻ നമ്മൾ എവിടുന്ന് ബോറോ ചെയ്തു എന്ന് പഠിക്കാം. നോക്കൂ, ഏക പൗരത്വം എന്ന് പറഞ്ഞാൽ സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. നമുക്കിവിടെ നമ്മൾ ഇന്ത്യൻസ് എന്നാണ് പറയുന്നത് അല്ലെ. അല്ലെങ്കിൽ നമ്മളിപ്പോ USA ആണെങ്കിൽ 2 സിറ്റിസൺഷിപ്പ് വരും. പക്ഷെ നമുക്കിവിടെ ഒറ്റ ഇതേ ഉള്ളൂ. അതായത് നമ്മളെല്ലാം എന്താണ്? നമ്മൾ ഇന്ത്യൻസ് ആണ്. അല്ലെങ്കിൽ കേരള സ്റ്റേറ്റിലുള്ളവർക്ക് പിന്നെ ഒരു സിറ്റിസൺഷിപ്പ്, തമിഴ്നാട്ടിലുള്ളവർക്കൊന്ന്, കർണാടകത്തിലുള്ളവർക്കൊന്ന്, അങ്ങനെ ഒന്നും വേറിട്ട് നമുക്കില്ല. നമുക്ക് ഒറ്റ സിറ്റിസൺഷിപ്പേ ഉള്ളൂ, ഏക പൗരത്വം. ഏക പൗരത്വം എന്ന് പറയുന്ന ആശയം നാം കടം കൊണ്ടിരിക്കുന്ന എവിടുന്നാണ്? ബ്രിട്ടന്റെ കയ്യിൽ നിന്നും കടം കൊണ്ട ആശയമാണ്. അതുപോലെ പാർലമെന്ററി ജനാധിപത്യം അല്ലെ. നമ്മുടെ ഒരു സംവിധാനം ഇങ്ങനെയാണ്, പാർലമെന്ററി ജനാധിപത്യമാണ് നമുക്കുള്ളത്. അത് കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടന്റെ കയ്യിൽ നിന്ന്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി കടം കൊണ്ടിരിക്കുന്ന ആശയം ബ്രിട്ടന്റെ കയ്യിൽ നിന്ന്. സ്പീക്കർ ബ്രിട്ടന്റെ കയ്യിൽ നിന്ന്. ക്യാബിനറ്റ് സമ്പ്രദായം ബ്രിട്ടന്റെ കയ്യിൽ നിന്ന്. ദ്വിമണ്ഡല സഭ ബ്രിട്ടന്റെ കയ്യിൽ നിന്ന്. രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം ബ്രിട്ടന്റെ കയ്യിൽ നിന്ന്. CAGയുടെ ഓഫീസ് ബ്രിട്ടന്റെ കയ്യിൽ നിന്ന്. നിയമവാഴ്ച അതായത് റൂൾ ഓഫ് ലോ ബ്രിട്ടന്റെ കയ്യിൽ നിന്ന്. റിട്ടുകള് ബ്രിട്ടന്റെ കയ്യിൽ നിന്ന്. ഇത്രയും കാര്യങ്ങള്, എത്ര കാര്യങ്ങളുണ്ട്? ഏക പൗരത്വം, പാർലമെന്ററി ജനാധിപത്യം, പ്രധാനമന്ത്രി, സ്പീക്കർ, ക്യാബിനറ്റ് സമ്പ്രദായം, ദ്വിമണ്ഡല സഭ, രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം, CAGയുടെ ഓഫീസ്, നിയമവാഴ്ച, റിട്ടുകൾ. 10 കാര്യങ്ങള്. USA കയ്യിൽ നിന്ന് നമ്മൾ 8 പഠിച്ചു. കാനഡ കയ്യിൽ നിന്ന് 3 എടുത്തു. USSRന്റെ കയ്യിൽ നിന്ന് 1 കണ്ടു. ഓസ്ട്രേലിയയുടെ കയ്യിൽ നിന്ന് 2 കണ്ടു. ഇവിടെ 10 കാര്യങ്ങൾ. ഈ 10 കാര്യങ്ങൾ പെട്ടെന്ന് ഓർത്തു വെക്കാൻ മേലേ. ഒന്ന് നമുക്കറിയാം, നമുക്കിവിടെ എന്താണ്? ഏക പൗരത്വമാണ്. അപ്പൊ നമുക്ക് വലിയ ലോജിക്കൊന്നും ഇല്ലെങ്കിലും ഞാൻ പറയുവാണ്,
നമ്മൾ പൗരന്മാരാണ് എങ്ങോട്ടേക്ക് തിരഞ്ഞെടുക്കുന്നത്? പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കുന്നത് അല്ലെ? അപ്പൊ കണക്ട് ചെയ്ത് പഠിക്കാം. പൗരന്മാരെയാണ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. അപ്പം പാർലമെന്ററി ജനാധിപത്യം. പാർലമെന്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആരുണ്ട്? ഹെഡ് ഓഫ് ദി ക്യാബിനറ്റ് ആയിട്ട് ആരാ ഉള്ളത്? അവിടെ പ്രധാനമന്ത്രിയുണ്ട്. പിന്നെ അവിടെ കൺട്രോൾ ചെയ്യാനായിട്ടുണ്ട് സ്പീക്കറുണ്ട്. അവിടുത്തെ ഒരു സമ്പ്രദായം എന്താ? ക്യാബിനറ്റ് സമ്പ്രദായമാണ്. അവിടെ നമുക്ക് എന്തുണ്ട്? ദ്വിമണ്ഡല സഭയുണ്ട് അല്ലെ? അപ്പൊ അത്രയും കാര്യങ്ങൾ പെട്ടെന്ന് കിട്ടിയില്ലേ? അതുപോലെ തന്നെ അവിടെ എന്തുണ്ട്? രാഷ്ട്രത്തലവനുണ്ട് അല്ലെ? പ്രസിഡന്റ് ഉണ്ട്. പ്രസിഡന്റ് എന്തേ ഉള്ളൂ? നാമമാത്രമായ അധികാരം മാത്രമേ ഉള്ളൂ. അപ്പൊ പ്രസിഡന്റിന് നാമമാത്രമായ അധികാരമാണ് നമ്മൾ ബ്രിട്ടന്റെ കയ്യിലെടുത്തത്. പിന്നെ CAGയുടെ ഓഫീസ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ ഓഫീസ്, നിയമവാഴ്ച, റൂൾ ഓഫ് ലോ, റിട്ടുകള്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ആരുടെ കയ്യിൽ നിന്ന്? ഇത്രയും കാര്യങ്ങൾ നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടന്റെ കയ്യിൽ നിന്നുമാണെന്ന് ഓർത്തു വെക്കുക. നെക്സ്റ്റ് നോക്കൂ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. എവിടെയോ കേട്ടിട്ടുണ്ട് അല്ലെ? ഫ്രഞ്ച് റവല്യൂഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കേട്ടിട്ടുള്ള വാക്കുകളാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയം അപ്പൊ നമ്മൾ കടമെടുത്തിടുന്ന ഫ്രാൻസിന്റെ കയ്യിൽ നിന്നാണ്. അതുപോലെ തന്നെ റിപ്പബ്ലിക് നിങ്ങൾക്ക് അറിയാം, ഹെഡ് ഓഫ് ദി നേഷൻ എന്തായിരിക്കും? എലക്റ്റഡ് മെമ്പർ ആയിരിക്കും, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും ഹെഡ് ഓഫ് ദി നേഷൻ. അതാണ് റിപ്പബ്ലിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, റിപ്പബ്ലിക്ക എന്നിങ്ങനെയുള്ള ആശയങ്ങൾ നമ്മൾ കടം കൊണ്ടിരിക്കുന്ന ആരുടെ കയ്യിൽ നിന്നാണ്? ഫ്രാൻസിന്റെ കയ്യിൽ നിന്നാണ്. പുതിയത് പഠിക്കുമ്പോൾ പഴയത് കയ്യിൽ നിന്ന് പോവരുത് കേട്ടോ. പുതിയതും പഠിക്കുമ്പോൾ പഴയത് ഉണ്ടാവണം. പഴയത് പ്ലസ് പുതിയത്. പഴയത് കയ്യിൽ ഇരുന്നിട്ട് അതിന്റെ കൂടെ ആഡ് ചെയ്ത് പുതിയത് വരണം. കയ്യിൽ നിന്ന് പോകുകയരുത് കേട്ടോ. അപ്പം ഒന്ന് നോക്കിയേ, അങ്ങനെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക, ഒന്നുകൂടി ബാക്കിലേക്ക് പോവുക, കേൾക്കുക, തറവാക്കി വെക്കുക. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പം അടുക്കളയിലൊക്കെ ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പാട്ട് അല്ലെങ്കിൽ സന്ധ്യാസമയത്തൊക്കെ പാട്ട് മൊബൈലിലൊക്കെ ഇട്ടിട്ട് വെക്കുന്ന ഒരു പ്രവണത നിങ്ങൾക്കുണ്ടോ? എനിക്കുണ്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. രാവിലെയാണ് നമ്മളിപ്പം എന്താ പറയുക ഡിവോഷണൽ സോങ്, നമുക്ക് നാമം ചൊല്ലാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഡിവോഷണൽ സോങ് അങ്ങ് വെച്ചിട്ട് അതിനോടൊപ്പം പ്രേ ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഫോണിൽ അങ്ങ് സൗണ്ട് കൂട്ടിയിടുക, കേൾക്കുക. ഇരുന്ന് വായിച്ച് പഠിക്കാൻ പറ്റാത്തവരോടാണ് പറയുന്നത്. ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ബസ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇയർഫോൺ എടുത്ത് വെക്കുക, മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകാത്ത രീതിയിൽ കേൾക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് റിപ്പീറ്റ് അടിച്ച് പഠിക്കാം. സ്വാതന്ത്ര്യ, സമത്വം, സാഹോദര്യ, റിപ്പബ്ലിക് കടമെടുത്തിരിക്കുന്ന ആരുടെ കയ്യിൽ നിന്നാണ്? ഫ്രാൻസിന്റെ കയ്യിൽ നിന്നും കടമെടുത്ത ആശയമാണ്. അടുത്തത് ഭരണഘടനാ ഭേദഗതി. ഭരണഘടന നമ്മൾ അമെൻഡ് ചെയ്യൂ അല്ലെ? ഭരണഘടനാ ഭേദഗതി. അതുപോലെ തന്നെ രാജ്യസഭാംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ്. ഭരണഘടനാ ഭേദഗതി, രാജ്യസഭാംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് എന്നീ ആശയം കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയുടെ കയ്യിൽ നിന്നാണ്, അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയുടെ കയ്യിൽ നിന്നാണ്. ഇവിടെ തിരിഞ്ഞു പോകാൻ ഒരു സാധ്യതയുണ്ട്. തിരിഞ്ഞു പോവരുത്. കാരണം ഞാൻ പറഞ്ഞുതരാം. രാജ്യസഭാംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ്, ഇലക്ഷൻ ഓഫ് രാജ്യസഭാ മെമ്പേഴ്സ് സൗത്ത് ആഫ്രിക്കയുടെ കയ്യിൽ നിന്നാണ്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിന് രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുവാനുള്ള പവർ ഉണ്ട് അല്ലെ? റൈറ്റ് ഉണ്ട്. അപ്പം രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള പ്രസിഡന്റിന്റെ അധികാരം എടുത്തിരിക്കുന്നത് അയർലൻഡിന്റെ കയ്യിൽ നിന്നാണ്. അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുതെന്ന് പറഞ്ഞത്. രാജ്യസഭാംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് സൗത്ത് ആഫ്രിക്കയുടെ കയ്യിൽ നിന്നാണ്. രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള പ്രസിഡന്റിന്റെ അധികാരം അയർലൻഡിന്റെ കയ്യിൽ നിന്നും കടമെടുത്തതാണ്. അതുപോലെ തന്നെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എന്നുള്ള ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ആരുടെ കയ്യിൽ നിന്നാണ്? അയർലൻഡിന്റെ കയ്യിൽ നിന്നാണ്. പിന്നെ മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി അയർലൻഡിന്റെ കയ്യിൽ നിന്നാണ്. 3 കാര്യങ്ങൾ എന്തൊക്കെയാ? രാജ്യസഭാ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള പ്രസിഡന്റിന്റെ റൈറ്റ് ഉണ്ട്. പിന്നെന്താ പറഞ്ഞത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ, പ്രസിഡൻഷ്യൽ ഇലക്ഷൻ, പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കടം കൊണ്ടത് അയർലൻഡിന്റെ കയ്യിൽ നിന്നാ. കുറെ രാജ്യങ്ങൾ പറഞ്ഞല്ലേ? ഏതൊക്കെയാ? USA പറഞ്ഞു, ബ്രിട്ടൻ പറഞ്ഞു, USSR പറഞ്ഞു, ഓസ്ട്രേലിയ പറഞ്ഞു, കാനഡ പറഞ്ഞു, ഫ്രാൻസ് പറഞ്ഞു, സൗത്ത് ആഫ്രിക്ക പറഞ്ഞു, അയർലൻഡ് പറഞ്ഞു. ഇനി ഇത്രയും പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ? ഈ പറഞ്ഞതൊക്കെ എന്താ സംഭവം എന്ന് ഒരു പേപ്പർ എടുത്തൊന്ന് എഴുതി നോക്കിയേ. ഇനി കുറച്ച് കാര്യങ്ങളും കൂടി പഠിക്കാനുള്ളൂ. ഓക്കെ, നിയമസ്ഥാപിതമായ വ്യവസ്ഥ എന്ന ആശയം നാം കടം കൊണ്ടിരിക്കുന്നത് ജപ്പാന്റെ കയ്യിൽ നിന്നാണ്. ഇനി ജർമ്മനിയുടെ കയ്യിൽ നിന്ന് നാം കടം കൊണ്ടിരിക്കുന്ന ആശയമാണ് അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദാക്കൽ. അവിടെയും ഒരു കൺഫ്യൂഷൻ വരും, കാരണം വേറൊരിടത്തും അടിയന്തരാവസ്ഥ കയറി വരുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദാക്കൽ എന്നൊരാശയമാണ് ആരോട് എടുത്തിരിക്കുന്നത്? ജർമ്മനിയുടെ കയ്യിൽ നിന്നും കടം കൊണ്ടിരിക്കുന്നത്.
അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥ എന്ന ആശയം കടംകൊണ്ടിരിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നും കടമെടുത്ത ആശയമാണ്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദാക്കല് ജർമ്മനിയുടെ കയ്യിൽ നിന്ന്. അടിയന്തരാവസ്ഥ എന്ന ഒരു ആശയം കടമെടുത്തിരിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നും കടമെടുത്ത മറ്റൊരു ആശയമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ. പബ്ലിക് സർവീസ് കമ്മീഷൻ. അതുപോലെ തന്നെ ഗവർണർ എന്നൊരു ഗവർണർ, പിന്നെ ഫെഡറൽ കോടതി. ഓർത്ത് വെക്കുക, അടിയന്തരാവസ്ഥ, ഗവർണർ, ഫെഡറൽ കോടതി, പബ്ലിക് സർവീസ് കമ്മീഷൻ. ഈ 4 ആശയങ്ങൾ കടമെടുത്ത് എവിടുന്ന? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദാക്കല് ജർമ്മനി. അവ രണ്ടും കൂടി മാറിപ്പോലെ. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദാക്കുന്നത് തമ്മിൽ മാറിപ്പോകാൻ പാടില്ല. പിന്നെ നിയമസ്ഥാപിതമായ വ്യവസ്ഥ ജപ്പാൻ. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSCയുടെ ഏത് എക്സാമിനേഷൻ ആയിക്കൊള്ളട്ടെ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. ക്വസ്റ്റ്യൻ പേപ്പർ പല ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ നന്നായിട്ട് കാണാം. ഇത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ തന്നെ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തിട്ട് ഒന്ന് എഴുതി നോക്കുക. വല്ല വേസ്റ്റ് പേപ്പർ എവിടെയെങ്കിലും കിടക്കണമെങ്കിലും വേണ്ടില്ല, അവ എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുറിച്ച് നോക്കിയേ. കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും സന്തോഷമായില്ലേ? കാരണം അത്രയും കോൺഫിഡൻസ് ആയില്ലേ? എന്നെ കൊണ്ട് ഇത്രയും പെട്ടെന്ന് പഠിച്ചല്ലോ, ഞാൻ ഇത്രയും പഠിച്ചല്ലോ എന്ന് നിങ്ങൾക്ക് ഒരു ഉറപ്പായില്ലേ? ഇനിയും കിട്ടുന്നില്ലെങ്കിൽ ഒരു വട്ടയും കൂടി എൻ്റെ ഈ വൃത്തികെട്ട സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അപ്പോൾ അത് ക്ലിയർ ആയിക്കോളും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇനി അടുത്ത സെഷൻ നിങ്ങൾക്ക് അറിയാം, ഉച്ചയ്ക്കാണല്ലേ? ഉച്ചയ്ക്ക് 12 മണിക്കാണ്. ചില ദിവസങ്ങളിൽ 12 മണിയുടെ വീഡിയോ ഇച്ചിരിയോടെ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതൊക്കെ എഡിറ്റ് ചെയ്ത് കിട്ടാൻ വൈകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ കറക്റ്റ് 12 മണിക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ അവൈലബിൾ ആണ്. അപ്പോൾ ഉച്ചത്തെ ക്ലാസ് കാണുക, പഠിക്കുക, റെഗുലറായിട്ട് ക്ലാസ് വാച്ച് ചെയ്യുക. റെഗുലറായിട്ട് ഞാൻ പലതവണ പറഞ്ഞു, ഞാൻ ഒരു മെഡിസിൻ കണക്കാം 3 നേരമാണ് ക്ലാസ് തരുന്നത്. ആ 3 നേരത്തെ ക്ലാസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാവാതെ എവിടെ പോകാനാ? നിങ്ങൾ എന്നെ വിശ്വസിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഞാൻ നിൽക്കും. അതാണ് എൻ്റെ ഒരു രീതി. അപ്പം അത് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്തേക്കുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് ചാനൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് കാണാം. താങ്ക്